ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ ഓർ ഇൻഡക്ഷൻ ഡേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഏരിയ. അപ്പോൾ രാവിലെ നേരത്തെ 8:30 തന്നെ എഴുന്നേറ്റു. ഇതേ ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും എനിക്ക് അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തണം. എനിക്ക് 2 ബസ് സ്റ്റോപ്പാണ് അടുത്ത് വരുന്നത്. ഒന്ന് സാക്രഡ് ഹാർട്ട് ചർച്ചും പിന്നെ ആഷ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആഷ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹാർഡ്ലി ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ദേവോൻ്റെ ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഓക്കെ, അങ്ങനെ ഒരുവിധം ലീപ് കാർഡൊക്കെ ടാപ്പ് ചെയ്ത് ബസ്സിൽ കയറി. ഇത് ബ്ലാഞ്ചസ്റ്റർ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലുള്ള ബസ്സിൽ നിന്ന് എടുത്തൊരു വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അയർലാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ഓടി ഓടി ഞാൻ എത്തി കേട്ടോ. 10 മണിക്ക് മുന്നേ തന്നെ ഞാൻ എൻ്റെ കോളേജിലേക്ക് എത്തി. ഇതാണ് കേട്ടോ എൻ്റെ കോളേജ്. ഞങ്ങൾ വെൽക്കം ചെയ്യാൻ ഇവിടെ സ്റ്റുഡൻസ് യൂണിയൻസിൻ്റെ സ്റ്റുഡൻസ് എല്ലാം, നമ്മുടെ സീനിയേഴ്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു വെൽക്കം ചെയ്യാൻ അവിടെ ആർച്ചൊക്കെ കെട്ടിയിട്ട് ബലൂണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രിഫിത്ത് കോളേജിൻ്റെ ഓഡിറ്റോറിയം ഇതായിരുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 700 സ്റ്റുഡൻസ് ഇന്നിപ്പോൾ ഈ ഫ്രഷേഴ്സ് ഡേ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ഇയറിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർ നമുക്കൊരു ടൂർ പ്ലാൻ, ഒരു ആക്ടിവിറ്റീസൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രൗഷേഴ്സും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാനിരുന്ന ചെയറിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പിള്ളേരെല്ലാം എൻ്റെ സെയിം കോഴ്സ് എടുക്കുന്ന പിള്ളേരാട്ടോ. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത്. കറൻറ്റ് 15 മാത്രമേ അറൗണ്ട് ഒരു 180 സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ബാച്ചിനകത്ത്, ഞങ്ങളുടെ മുൻ ബാച്ചിലെ കൊഹറത്ത് 14-നകത്ത് അറൗണ്ട് ഒരു നല്ലൊരു സ്റ്റുഡൻസ് കൂടെ ഞങ്ങളിൽ ജോയിൻ ആകും. അപ്പോൾ ഡെഫിനറ്റ്ലി അവർ ഞങ്ങളുടെ 2 ബാച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. സോ അതിൻ്റെ ഒരു ഗ്രൂപ്പ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രൂപ്പ് എയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അങ്ങനെ വിത്തിൻ ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഓഡിറ്റോറിയം കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു കോഴ്സിനുള്ള സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ, അക്കൗണ്ട്സിലെയും പിന്നെ മെഡിക്കൽ ഡിവൈസിനകത്തെയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് എല്ലാ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 or 70 above സ്റ്റുഡൻസും ഇന്ത്യൻസ് ആയിരുന്നു. അതിൽ തന്നെ ഞങ്ങളുടെ ബാച്ചിനകത്ത് ഒരു 80% സ്റ്റുഡൻസും നമ്മുടെ മലയാളീസാണ്. ഒരു ഹാർഡ്ലി ഒരു 3-4 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ വേറെ കൺട്രിയിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഞാൻ എല്ലായിടത്തും ഒന്ന് കണ്ണെത്തിക്കായിരുന്നു. അങ്ങനെ സ്ക്രീൻ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ഫാക്കൽറ്റിയിലുള്ളൊരു ഹെഡ് വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ കോളേജിൻ്റെ ഒരു CEO അപ്പോൾ പുള്ളിക്കറിയാവുന്ന എല്ലാ ലാംഗ്വേജിനകത്തും എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറൗണ്ട് ഒരു 8 to 10 ലാംഗ്വേജിനകത്ത് പുള്ളി അവിടെ വന്ന എല്ലാ സ്റ്റുഡൻസിനെയും വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രഞ്ച്, സ്പാനിഷ്, എസ്പാനോൾ, ഹിന്ദി, കൊറിയൻ ഓർ സംതിങ്, അങ്ങനെ എല്ലാ ലാംഗ്വേജിനകത്തും പുള്ളി അവിടെ വന്ന എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റി തന്നെ ഒരു ഹെഡ് വന്നിട്ട് ബാക്കിയുള്ള നമ്മൾ ത്രൂ ഔട്ട് ഇയറിനകത്ത് അവരെന്താണ് നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മളെന്താണ് അവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫ്രണ്ട് വ്യൂ പുള്ളി നമുക്കവിടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ പുള്ളി ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. ഭയങ്കര കംഫർട്ടബിളായിട്ട് തന്നെയാണ് പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കുന്നതും നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്പ്ലിറ്റ് ചെയ്യുമായിരുന്നു, നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് നമ്മളെ സ്പ്ലിറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അലോക്കേറ്റ് ചെയ്ത റൂമിലേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ ബാഗും ലാപ്ടോപ്പൊക്കെ എടുത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്ത റൂമിലേക്ക് മാറി. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു കോളേജിൻ്റെ ഒരു പുറത്തെ കാഴ്ചകളൊക്കെ. അങ്ങനെ അപ്പോൾ നമ്മളെ ആ സ്പ്ലിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. 23rd മുതൽ ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ഫുഡ് കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ആ ഫുഡ് കൂപ്പൺ യൂസ് ചെയ്തിട്ട് ഒരു ഡോണറ്റ് തന്നെ ആദ്യം പോയി മേടിച്ചു. ഡോണറ്റ് കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഐസ്ക്രീം, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് എനിക്ക് അലോക്കേറ്റ് ചെയ്തിരുന്ന ലഞ്ച് ടൈം 1:30 ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോളേജിൻ്റെ ക്യാൻറ്റീൻ. അപ്പോൾ ആ ക്യാൻറ്റീനിലേക്ക് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്യാൻറ്റീൻ്റെ അകത്ത് എത്തി.
ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഒരു പൊട്ടറ്റോയും ഒരു ബീഫ് സാൻഡ്വിച്ചും ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവർക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ച് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അവിടെ വെച്ചിരിക്കുന്ന വെള്ളമായിരുന്നു, അതിനകത്ത് സ്ട്രോബെറി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ലെമൺ മിക്സ് ചെയ്ത വാട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സെക്ഷനായിട്ടുള്ള ഐസ്ക്രീം കഴിക്കാൻ പോയി. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ പുറത്തൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. അങ്ങനെ അവസാനം മെല്ലെ കോളേജിൽ ഒരു 4 മണിയായപ്പോൾ നമ്മൾ മെല്ലെ ഇനി റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ മെല്ലെ പുറത്ത് ചാടി. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കോളേജ്. അപ്പോൾ കോളേജിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ.